ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗുലാബ് ജാമുൻ്റെ ഒരു ഈസി റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ബ്രെഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് നോക്കുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു 5 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഒരു മിക്സർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പാലാണ്. നമ്മൾ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ കൂടുതൽ ഒഴിക്കാതെ ശ്രദ്ധിക്കണം. പാല് കൂടിപ്പോയാൽ നമ്മൾ ബോൾസ് ആക്കിയിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊന്നും നേർക്ക് കുക്കായി കിട്ടില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് 2 കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ബോൾസ് ആക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതിൽ വിടവുകളൊന്നും വീണ് പോവരുത്. അപ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല ബോൾസായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ എല്ലാതും ബോൾസാക്കി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ എല്ലാതും നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. വിടവുകളൊന്നും ഇല്ലാതെ ഞാനിവിടെ 9 ബോൾസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡിലോട്ട് മിൽക്ക് ചേർക്കുമ്പോൾ ബ്രെഡിൻ്റെ നേച്ചറിനനുസരിച്ചായിരിക്കും പാല് ചേർക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാത്തത്. അപ്പോൾ നിങ്ങളൊരു പുട്ടുപൊടി, നമ്മൾ പുട്ടിനൊക്കെ പൊടി കുഴക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയാവും പാല് ചേർക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളറിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളവും പഞ്ചസാരയും ഈക്വലായിട്ട് എടുത്താൽ മതി. പിന്നെ അതിലോട്ട് നമുക്ക് ഏലക്കായുടെ പൊടിയോ അല്ലെങ്കിൽ ഏലക്കായ തന്നെ ഡയറക്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. നമ്മുടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്ന് കുറച്ചൊക്കെ ഒന്ന് കട്ടിയായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഷുഗർ സിറപ്പ് നമുക്ക് ഡയറക്റ്റ് തന്നെ ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ബോൾസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബോൾസ് എല്ലാം ഞാനൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ അതിലോട്ട് നന്നായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് പിടിച്ച് കിട്ടുള്ളൂ. നമ്മൾ ഇൻസ്റ്റൻറ്റ് മിക്സൊക്കെ വാങ്ങിയിട്ടുണ്ടാക്കുന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ബ്രെഡും അതുപോലെ പാലും മാത്രം മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇത്. ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ബോൾസൊക്കെ അബ്സോർബ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. ഇതുപോലെ നല്ലൊരു ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ബൈ.